വെൽക്കം ബാക്ക് ടു ഷിറാഷ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാംസിൻ്റെ ഒരു സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ സോയ ചങ്ക്സ് കുതിർത്തിയിട്ടിട്ട് പിന്നെ എടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് എടുക്കുകയാണെങ്കിലും നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിനി ആ വെള്ളമൊക്കെ കളഞ്ഞൊന്ന് പിഴിഞ്ഞെടുത്ത് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കൂടുതൽ കളർ വേണമെങ്കിൽ 2 സ്പൂണൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് പെപ്പർ പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചേർക്കണ്ട. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സോയയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് കോൺഫ്ലവർ പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കോൺഫ്ലവർ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ 1 ടേബിൾ സ്പൂണാണ്. അതുപോലെ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂണാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്. കോൺഫ്ലവർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി മാത്രം ചേർത്താലും മതി. ഇത് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. നിങ്ങളിപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതിനകത്ത് കോഴിമുട്ട ചേർക്കണം എന്നില്ല. അത് ഓപ്ഷണലാണ്, കോഴിമുട്ട ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഓക്കെ. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, എല്ലാ സോയിലും നന്നായിട്ട് മസാലാസ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. കൂടുതൽ സമയം വെക്കുന്നോറും കൂടുതൽ ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലും മതി. നമ്മളത് അവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോയകൾ എടുത്തിട്ട് നമുക്കൊന്ന് വറക്കാം. അപ്പോൾ നമുക്കിനി ഈ സോയാസൊക്കെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.